സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ കാണട്ടോ, കാണാതെ പോകരുത്. ഇത് നിങ്ങൾ കാണണം. എവിടെയായിരുന്നു കാന്തപുരം ഉസ്താദിനെ കാണാൻ എത്തിയിരിക്കാൻ ഷിബു. അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്ന വഴിയിലാണ്, മുമ്പ് നടന്നതാണ്, നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോ അവിടെ ഒരു കിസ്വയുടെ അടുത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ട്, കണ്ടോ? ഇത് കഴബയിലുള്ള കിസ്വയല്ല, നമുക്കറിയാലോ. അതിന്റെ സ്വർണ്ണ ലിപിയിൽ എഴുതി വെച്ച ആ ഭാഗമാണത്. അത് മർക്കസിന് കിട്ടിയതാ. അതങ്ങനെ ഷിബുവിനെ ഏൽപ്പിക്കുകയാണ് ഉസ്താദ്. അദ്ദേഹം അതിന്റെ സന്തോഷം അദ്ദേഹത്തിന്റെ FB-യിൽ എഴുതിയതായിട്ട് കാണാനിടയായി. നേരിയ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഉസ്താദിന്റെ അടച്ചിട്ട മുറിയിലിരുന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയായ വിശ്വാസപൂർവ്വത്തിൽ ഒപ്പിച്ചാർത്തി കിട്ടിയ സന്തോഷം സഹിക്കാതെ പിടഞ്ഞിരിക്കുമ്പോഴാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. നമ്മൾ സൂക്ഷിച്ച കിസ്വ ആ ബാഗോടുകൂടി ഷിബുവിനെ ഏൽപ്പിക്കൂ എന്ന്. നന്നായി നല്ല തേക്കിൻ തടിയിൽ ഫ്രെയിം ചെയ്ത് മർക്കസിൽ വെക്കണമെന്ന്. നോക്കി നിങ്ങൾ, അങ്ങനെ ഉസ്താദ് വിശ്വാസപൂർവ്വം അത് ഷിബുവിനെ ഏൽപ്പിക്കണം. ഷിബു തന്നെ മർക്കസിലെത്തിയ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. മദീൻ അപ്ഡേറ്റിലെ അഭിമുഖത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത്, ശബരിമലയ്ക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. എൻ്റെ മകനും ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ആ സമയത്ത് എനിക്ക് ഉസ്താദിനെ ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പങ്കുവെച്ച സമയത്ത് വേറെ എവിടെയും സംഭവിക്കാത്തൊരു സംഭവം. ഉസ്താദ് ഭയങ്കര ക്ഷീണിതനാണ്, അസുഖമുള്ള ഒരാളാണ്. എന്നാലും ഷിബു വന്നേക്കും എന്നാ പറഞ്ഞു. ആരെയും സന്ദർശനം അനുവദിക്കുന്നില്ല, ഒന്നും അനുവദിക്കുന്നില്ല, എന്നാലും ഷിബു വന്നേക്കും. അത്ര സ്പേസ് ലോകത്ത് എവിടെയും കിട്ടും എനിക്ക്, അത്ര സ്പേസ് ലോകത്ത് എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലും മനുഷ്യന്മാർ സമാധാനത്തിൻ്റെ മതം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ലാതെ അത് അനുഭവിക്കണം, വായിക്കണം. നമ്മളൊരു പ്രത്യേക ഫ്രെയിമിൻ്റെ പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ലോ. അത് അനുഭവിക്കുന്ന, വായിക്കുന്ന ആളുകൾ പറയുന്ന ഒരു രീതി ഉണ്ട്. അതാണ് സത്യമാണ്. അത് അനുഭവത്തിൽ നിന്നും സ്പർശത്തിൽ നിന്നും കിട്ടുന്ന ഒന്നാണ്. മറ്റു മതസ്ഥരായ ഒരാള് നമ്മളെ മതത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ കാന്തപുരം ഉസ്താദ് തന്നെയാണ്. ഇനി ആ കിസ്വ അദ്ദേഹത്തിന് കൊടുത്ത ആ കാര്യം കൂടി അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടോക്കാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുവാണ്, എനിക്ക് ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചെയ്ത ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ. അവിടുന്ന് അങ്ങോട്ട് ഒരു അതിർവരമ്പില്ലാതെ, ഒരു ഇമോഷൻസ് ഇല്ലാതെ എനിക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒപ്പണായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന, അൺകണ്ടീഷണൽ ആയിട്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ സങ്കടങ്ങളൊക്കെ കേൾക്കാനും റീഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയതാണ് സൗദിയിൽ നിന്ന്. ആ കിസ്വ, വലിയ കിസ്വയുണ്ട്, ചെറുതല്ല. അതായത് ഒരു 10 അടിയോളം നീളും 5 അടിയോളം വീതിയുള്ള വലിയൊരു കിസ്വ. അത് ഷിബുവിന് കൊടുക്കുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ സമയത്ത് അതിന് ഓഫീസിൽ ഞെട്ടാണ് ചെയ്തത്. കാരണം വെച്ചാൽ അത്ര എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്കറിയാലോ, ഒറിജിനൽ ഗോൾഡിന്റെ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെള്ളി നൂലുകളുണ്ട്, മൊറോക്കയിൽ പണിയെടുപ്പിച്ച അതിവിശിഷ്ടമായ പട്ടിൽ പൊതിഞ്ഞ സംഭവം. കോടിക്കണക്കിന് രൂപ വാല്യൂബിൾ ആണ്. അതൊരു ദിവസം എന്നെ പോലത്തെ ഒരു സാധാരണ മനുഷ്യൻ ആ ഷിബുവിന് കൊടുത്തേക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ മർക്കസ് എന്നിൽ കാണിച്ച ട്രസ്റ്റ്, വിശ്വാസം, അത് ചെറിയ കാര്യമല്ല. ആ ചെറിയ കാര്യമല്ല, ആ ബാഗ് എന്നെ ഏൽപ്പിക്കാൻ ചെയ്തു. അപ്പോൾ മർക്കസിനെ പോലത്തെ ഒരു വലിയ ഫോം, വലിയൊരു ഹബ്ബ് എന്നെ വിശ്വസിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല. ഈ കാലത്ത് ചെറിയ കാര്യമേ അല്ല. ഞാൻ 15 ദിവസമാണ് സൂക്ഷിച്ചത്. അത് അത്ര ട്രസ്റ്റോട് കൂടി, അത്ര വിശ്വാസപൂർവ്വം എനിക്ക് തിരിച്ചു നൽകാൻ നൽകി കഴിഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന് അത് കൊടുത്തത് മർക്കസും ഉസ്താദൊക്കെ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളും സന്തോഷത്തിലാണ്. അദ്ദേഹം നമ്മളെക്കാളും വലിയ സന്തോഷത്തിലാണ്. അത് കിട്ടി, അത് ഫ്രെയിമൊക്കെ വർക്ക് ചെയ്ത് മർക്കസിനെ തിരിച്ചേൽപ്പിച്ചപ്പോൾ അല്ലേ, എന്തൊരു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടത്. ഇത്തരത്തിൽ നിരവധി കാഴ്ചകൾ നമുക്ക് ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടാൽ കാണാൻ പറ്റും.